അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഫേസ് ഡയഗ്രം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഫേസ് ഡയഗ്രത്തിലെ ഒരു സിമ്പിൾ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഓൾറെഡി എന്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. എന്താ നമുക്ക് കാണുന്നത്, ഇതാണ് പ്രോബ്ലം കൊടുത്തിട്ടുള്ളത്. The solidus and liquidus temperature for an alloy system containing two metals A and B. എന്താണ് പറയുന്നത്? സോളിഡസ് ആൻഡ് ലിക്വിഡസ്. സോളിഡസ് ആൻഡ് ലിക്വിഡസ് എന്താ പറയണത്? സോളിഡസ് ആൻഡ് ലിക്വിഡസ് ടെമ്പറേച്ചർ ഫോർ ആൻ അലോയ് സിസ്റ്റം കണ്ടെയ്നിങ് എന്താണ്? ടു മെറ്റൽസ്. നമുക്കറിയാം ഏതെങ്കിലും രണ്ട് മെറ്റൽസ് ആണ് എന്തുള്ളത്? അലോയ് സിസ്റ്റം. അലോയ് എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്? ഏതെങ്കിലും രണ്ട് മെറ്റൽസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ കമ്പൈൻ ചെയ്ത് ഒരു ലിക്വിഡ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് മെറ്റൽസിനെ തമ്മിൽ മെൽറ്റ് ചെയ്ത് രണ്ടാമത് സോളിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? അലോയ് ആയിട്ട് മാറി അല്ലേ. അപ്പോൾ ഇതിനകത്ത് മെറ്റൽ എ ആൻഡ് ബി ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളിതിനകത്ത് ഉള്ളത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതെന്താണ്? വിച്ച് ആർ കംപ്ലീറ്റ്ലി സോളബിൾ ഇൻ ദ ലിക്വിഡ് ആൻഡ് എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആർ പ്രസൻറ്റഡ് ഇൻ ദ ടേബിൾ. നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഇനി എന്താ പറയുന്നത്? മെറ്റൽ എ മെൽറ്റ്സ് അറ്റ് എത്രയാണ്? 1080 ഡിഗ്രി സെൽഷ്യസ്. മെറ്റൽ എ മെൽറ്റ് ചെയ്യുന്ന എത്രയിലാണ്? 1080 ഡിഗ്രി സെൽഷ്യസിലാണ്. മെറ്റൽ ബി മെൽറ്റ്സ് അറ്റ് എത്രയാണ്? 1450 ഡിഗ്രി സെൽഷ്യസ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താണ്? കൺസ്ട്രക്ട് എന്താണ്? എ ഫേസ് ഡയഗ്രം ഫോർ ദിസ് സിസ്റ്റം ആൻഡ് ലാബൽ ഈച്ച് റീജിയൻ. എന്താണ്? നമ്മളൊരു ഫേസ് ഡയഗ്രം ഉണ്ടാക്കണം. ആ ഫേസ് ഡയഗ്രം ഉണ്ടാക്കിയിട്ട് ഓരോ റീജിയൻസും മാർക്ക് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? predict the number, type, relative amounts and composition of phases present in an alloy containing. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടാണ് എത്ര വേണ്ടത്? 60% A and 40% B at 1250 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്കൊരു ഫേസ് ഡയഗ്രാം ഫോം ചെയ്യണം. ഏതിൻ്റെയാണ്? ഒരു അലോയുടെയാണ്. അലോയ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് മെറ്റൽസ് തമ്മിൽ മെൽറ്റ് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അത് തിരിച്ച് സോളിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? ഒരു അലോയ് ആയിട്ട് മാറി. മനസ്സിലായോ? രണ്ട് മെറ്റൽസിനെ കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് മെൽറ്റിംഗ് പോയിൻറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. മെറ്റൽ എയുടെ മെൽറ്റിംഗ് പോയിൻറ്റും മെറ്റൽ ബിയുടെ മെൽറ്റിംഗ് പോയിൻറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയാം എങ്ങനെയാണ് ഒരു ഫേസ് ഡയഗ്രം വരിക എന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? കിട്ടിയ വാല്യൂ വെച്ച് നമ്മൾ ആദ്യം നമുക്ക് നോക്കാം. ഒരു മിനിറ്റ് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, പെർസെൻറ്റേജൊക്കെ അവിടെ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ വരയ്ക്കുക? ഇതൊരു ഫേസ് ഡയഗ്രം ആണെന്ന് വിചാരിക്കാം. ജസ്റ്റ് ഒരു ഫേസ് ഡയഗ്രാം. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് തരുന്നുണ്ടാവുക. ഒരു മിനിറ്റ്. എന്താണ് വരുന്നുണ്ടാവുക? ഇതാണ് എക്സാമ്പിൾ. നമ്മളൊരു ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുക മെറ്റൽ എ, ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക മെറ്റൽ ബി. ഓക്കെ, ഒന്ന് മെറ്റൽ എ ആണ്, ഒന്നെന്താണ്? മെറ്റൽ ബി ആണ്. ഇനി ഇവിടെ നമുക്ക് എന്താ തരുന്നുണ്ടാവുക? പെർസെൻറ്റേജ് ആണ് തരുന്നുണ്ടാവുക അല്ലേ. ഉദാഹരണം 20, 60, ഈ സൈഡിൽ എത്രയാ? 100 തരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ നമുക്ക് എന്ത് തരുന്നുണ്ടാവും? ടെമ്പറേച്ചർ തരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഒരു 400 ഇവിടെ പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, 0 സ്റ്റാർട്ട് ചെയ്യാം. 800, 1200, 1400 and 1600. ഇങ്ങനെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമുക്ക് രണ്ട് മെറ്റൽസ് തന്നിട്ടില്ലേ? മെറ്റൽ എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മെറ്റൽ എ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോവുക. ഇവിടെ എത്ര ആയിരിക്കും? 0% ആയിരിക്കും. ഇവിടെ മെറ്റൽ എ എത്ര ആയിരിക്കും? ഈ പോയിന്റിൽ മെറ്റൽ എ 100% ആയിരിക്കും. അതേസമയം ടുവേർഡ്സ് ഈ സൈഡിലേക്ക് വരുമ്പോഴോ മെറ്റൽ ബി ഈ സൈഡിൽ എത്ര പെർസെൻറ്റേജ് ആവും? 0% ആവും. ഇങ്ങോട്ട് വരുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആവും? അത് 100% ആവും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ഫേസ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? രണ്ട് മെറ്റൽസിൻ്റെയും മെൽറ്റിംഗ് പോയിൻ്റ് റെപ്രസെൻറ്റ് ചെയ്യുക.
അപ്പോൾ മെറ്റൽ എയുടെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ് 1050 ആണ്. അപ്പോൾ ഏകദേശം ഇതാണ് 1050. ഇവിടെ നമ്മളൊരു പോയിൻ്റ് എടുത്ത് ഇവിടെ ഒരു വട്ടം വരച്ചു. ഇതാണ് നമ്മുടെ മെൽറ്റിംഗ് പോയിൻ്റ് എ. മെറ്റൽ ബിയുടെ എത്രയാണ് 1450 ആണ്. അപ്പോൾ ഇവിടെ എടുത്തു നമ്മളിവിടെ ഒരു പോയിൻ്റ് വരച്ചു. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അത് നമ്മുടെ കഴിഞ്ഞു. ഈ 2 പോയിന്റുകൾ നമുക്ക് കിട്ടി. ഈ 2 പോയിന്റിനിടയ്ക്ക് നമുക്ക് എന്തുണ്ടാവും, ഒരു കൂളിംഗ് കർവ് ഉണ്ടാവും. അതിലെവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ ഈ പറയുന്ന കോമ്പോസിഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ പല പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. 90% എ, സോളിഡ് ടെമ്പറേച്ചർ 1100, ലിക്വിഡ് ടെമ്പറേച്ചർ എത്രയാണ് 1175. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിനും പെർസെൻറ്റേജ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ നിന്ന് 0 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഇവിടെ വന്നു. 90% എ എന്ന് പറയുമ്പോൾ എത്രയാണ്, ഇവിടെ 0% ആണ്. ഇവിടെയാണ് 90% ഏകദേശം ഇവിടെ വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ 90% എ എന്നുള്ള കണ്ടീഷനിലേ. അപ്പോൾ സോളിഡസ് ടെമ്പറേച്ചർ എത്ര വരുന്നത് 1100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 1100 ഡിഗ്രി ഏകദേശം ഇവിടെ ഒരു പോയിന്റ് വന്ന് നിൽക്കുക. ഓക്കെ, മറ്റേത് ലിക്വിഡസ് ടെമ്പറേച്ചർ എത്രയാണ് 1175. അടുത്തത് ഇവിടെ ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കാം. അടുത്തത് 60% ആയാണ്. അപ്പോൾ ഇവിടെ ഒരു 60%. അപ്പോൾ 1160, 1290. എങ്ങനെയാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പോയിന്റുകൾ വരുന്നത്, അത് നമ്മൾ മാർക്ക് ചെയ്യാം. നമുക്കത് അടുത്തൊരു ഞാൻ വരച്ച് റഫായിട്ട് കാണിച്ചു തന്നു മാത്രം. ഇതാണ് നമ്മുടെ ഡയഗ്രാം, ആക്ച്വൽ കോമ്പോസിഷൻ ഡയഗ്രാം വരുന്നുണ്ടാവുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏറ്റവും ആദ്യം റെപ്രസെൻറ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് വരയ്ക്കാനുള്ള റഫ് ഡയഗ്രാമാണ് നേരത്തെ കാണിച്ചത്. അപ്പോൾ ആദ്യം എന്താ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്, ഇത് നമുക്ക് 2 റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് കോമ്പോസിഷനാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ കിട്ടും. 2 കാര്യം കിട്ടിയല്ലേ. കോമ്പോസിഷൻ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഫസ്റ്റ് കോമ്പോസിഷൻ നമുക്കറിയാം. നമ്മൾ ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ ഇവിടെ എന്താ വരുന്നുണ്ടാവുക, ഇവിടെ നമ്മൾ മെറ്റൽ എ ആണ് ഇവിടെ കാണിക്കുന്നുണ്ടാവുക. ഇവിടെ എന്താണ്, മെറ്റൽ ബി ആണ് വരുന്നുണ്ടാവുക അല്ലേ. നോക്കാം. അപ്പോൾ മെറ്റൽ എ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന എത്രയാണ്, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മെറ്റൽ എ എന്നുള്ളത് 100% ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. മെറ്റൽ എ എന്നുള്ളത് എന്താണ്, 100% ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 100% എന്ന് പറയുമ്പോൾ അവിടെ മെൽറ്റിംഗ് പോയിൻ്റ് എത്ര വരുന്നത് 1080 ആണ്. 1080 ഡിഗ്രിയാണ്. അത് നിങ്ങളവിടെ റെപ്രസെൻറ്റ് ചെയ്തു മെറ്റൽ എയുടെ. അടുത്ത മെറ്റൽ ബി വന്നിട്ടുണ്ട്. മെറ്റൽ ബി ഇവിടെ എത്രയാണ് 100% ആണ്. അവിടെ നമുക്ക് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ് 1450 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 2 പോയിന്റുകൾ ആദ്യമേ തന്നെ മാർക്ക് ചെയ്യുക. മെറ്റൽ എയുടെയും മെറ്റൽ ബിയുടെയും മെൽറ്റിംഗ് പോയിന്റുകൾ 2 പോയിന്റുകളിൽ കൺസിഡർ ചെയ്യുക. നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആ 2 പോയിന്റിലും എന്ത് വേണം, 100% ആവണം നമ്മളവിടെ കൺസിഡർ ചെയ്യുന്ന മെറ്റലിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ അത് 2 നമ്മൾ കൺസിഡർ ചെയ്തല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഓരോ കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. ആ കണ്ടീഷൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് നമുക്ക് തന്നിരിക്കുകയാണ്. ഉദാഹരണത്തിന് തന്നിരിക്കണേ, ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ 90% എ. ഇവിടുത്തെ കണ്ടീഷൻ എന്താ, ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 90 ആണല്ലേ. എ 90% ആണ്. അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, അതിൻ്റെ ലിക്വിഡസ് ടെമ്പറേച്ചറും സോളിഡസ് ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നമുക്ക് വരുന്നത്, ഈ പോയിന്റിൽ നമുക്ക് വരുന്നത് എന്താണ്, ലിക്വിഡാണ് വരുന്നത്. ഈ പോയിന്റിൽ നമുക്ക് വരുന്നത് ലിക്വിഡാണ്. ഈ പോയിന്റിൽ നമുക്ക് ഇതെന്താ വരുന്നത്, സോളിഡ് ആണല്ലേ. അപ്പോൾ ലിക്വിഡ് ടെമ്പറേച്ചറും സോളിഡ് ടെമ്പറേച്ചറും ഉണ്ട്. ഈ കർവിന് നമ്മൾ ലിക്വിഡസ് കർവ് എന്നും ഇതിനെ സോളിഡസ് കർവ് എന്നാണ് പറയുണ്ടാവുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഉദാഹരണത്തിന് സോളിഡസ് ടെമ്പറേച്ചർ എത്രയാണ് 1110 ആണ്. അതവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ലിക്വിഡസ് ടെമ്പറേച്ചർ എത്രയാണ് 1175 ആണ്. അതും റെപ്രസെൻറ്റ് ചെയ്യുക. 2 പോയിന്റ് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് കിട്ടി. സെക്കൻഡ് പോയിന്റ് എത്രയാണെന്നുള്ളത്, അതപ്പോൾ 90% എ കിട്ടി. അടുത്ത എത്രയാണെന്നുള്ളത് 60% എ ആണ്. ഇതാണ് 60% എയുടെ ലൈൻ. അപ്പോൾ നമുക്ക് എത്രയാണെന്നുള്ളത് 1160 എന്താണെന്നുള്ളത് സോളിഡ് ടെമ്പറേച്ചറാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ പോയിൻ്റ് അവിടെ മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ 1290 എന്താണ്, ലിക്വിഡസ് ആണ്. ഈ പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ 2 പോയിന്റ് കിട്ടിയല്ലോ. ആ 2 പോയിന്റുകൾ കിട്ടി. ഇനി അടുത്ത് നമുക്ക് വരുന്നതാണ് എഗെയിൻ എത്ര വരുന്നുണ്ടാവുക 20% ഓഫ് എ. 20% ഓഫ് കറസ്പോണ്ടിങ് എക്ക് എന്താണെന്നിരിക്കണേ 1310 എത്രയാണ്, ദാറ്റ് ഈസ് സോളിഡസ് ടെമ്പറേച്ചറും 1400 എത്രയാണ്, ലിക്വിഡസ് ടെമ്പറേച്ചറും. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റിലൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, ഒരു ഫേസ് ഡയഗ്രാം ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു ഫേസ് ഡയഗ്രാം നമുക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഫേസ് ഡയഗ്രത്തിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, ഇത്ര പെർസെൻറ്റേജ് ആണ് എന്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ ആ പെർസെൻറ്റേജ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ആക്ച്വലി ഇതിനകത്ത് വരുന്നുണ്ടാവുക, ഒരു ഫേസ് ഡയഗ്രാം എന്നുള്ള കോൺസെപ്റ്റിനകത്ത് വരുന്നുണ്ടാവുക. ഇനി നമുക്ക് എന്തായി, നമുക്ക് ഫേസ് ഡയഗ്രാം എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് കഴിഞ്ഞു.
ഫേസ് ഡയഗ്രാം എങ്ങനെ ഫോം ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് എത്ര ഫേസസ് പ്രസൻ്റ് ആയിട്ടുണ്ട്, നമ്പർ ഓഫ് ഫേസസ് ഓരോ പൊസിഷനിലും എത്ര ഫേസസ് പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം ഓരോ പോയിന്റിലും. പിന്നെ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്, ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കോമ്പോസിഷനും കണ്ടുപിടിക്കണം, ഫ്രാക്ഷനും കണ്ടുപിടിക്കണം. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, predict the number, type, relative amounts and composition of phases present in the alloy containing 60% A and 40% B at 1250 degrees Celsius. ഇതാണ് നമ്മുടെ ലൈൻ ഡയഗ്രം. അപ്പോൾ ഇതിനകത്ത് 60% A, 60% A ആൻഡ് 40% B. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ ലൈൻ, ഇതാണ് ലൈൻ. ഈ ലൈനിൽ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ എടുക്കുക. അവിടെ 60 നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ നിന്ന് പോയിന്റ് വരുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലൈൻ. ഇതിൽ 60% എയും 60% എ ആൻഡ് 40% ബി. നമ്മളെടുത്ത ലൈൻ തെറ്റിപ്പോയി. ചെയ്യേണ്ട കാര്യം എന്താ, ഇതാണ് നമ്മുടെ ലൈൻ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 60% എ ആൻഡ് 40% ബി. ഇതാണ് നമ്മുടെ ലൈൻ. ഇതിനകത്ത് നമ്മുടെ അടുത്ത് പറയുന്നത് എത്രയാണ്, 1250 ഡിഗ്രി ടെമ്പറേച്ചർ വന്നിരിക്കുന്നത്. 1250 ഡിഗ്രി ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് എന്ത് വരുന്നുണ്ടാവുക, ഇതിന് മുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് പോയിന്റ് വരുന്നുണ്ടാവുക. അപ്പോൾ ആ പോയിന്റ് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് പെർസെൻറ്റേജ് ഓഫ് ലിക്വിഡ് ആണെങ്കിലും പെർസെൻറ്റേജ് ഓഫ് സോളിഡ് ആണെങ്കിലും നമുക്കറിയാം. ഈ താഴെ കാണുന്നത് എന്താണ്, അത് സോളിഡസ് ലൈനും മുകളിൽ കാണുന്നത് എന്താണ്, ലിക്വിഡസ് ലൈനുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇതിൻ്റെ കോമ്പോസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഏതാണ് നമ്മുടെ പോയിൻ്റ് ഉള്ളത്, നമ്മുടെ പോയിൻ്റ് ഏതാണോ ഉള്ളത് ആ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് തന്നിട്ടുള്ള ഡയമെൻഷൻ അനുസരിച്ച് നമുക്ക് തന്നിട്ടുള്ള പോയിന്റ്, ഇപ്പോൾ ഉദാഹരണം ഇവിടെയാണെങ്കിൽ ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഇങ്ങോട്ടും വരയ്ക്കുക. ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ നമുക്ക് ഇവിടെ നിന്ന് ഫോം ചെയ്യുന്ന പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, താഴത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പെർസെൻറ്റേജ് ഓഫ് കോമ്പോസിഷൻ നമുക്ക് കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് അറിയേണ്ടത് എന്താണ്, പെർസെൻറ്റേജ് ഓഫ് ലിക്വിഡ്. ആ കറസ്പോണ്ടിങ് നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിനകത്തുള്ള പെർസെൻറ്റേജ് ഓഫ് ലിക്വിഡ് ആണ് അറിയേണ്ടത്. അവിടെ പെർസെൻറ്റേജ് ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നുണ്ടാവുക, 30% ഓഫ് ലിക്വിഡ് ആണ് വരുന്നുണ്ടാവുക. 30% ഓഫ് ലിക്വിഡ് ആണ് വരുന്നുണ്ടാവുക. അവിടുത്തെ പെർസെൻറ്റേജ് ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നുണ്ടാവുക, എറൗണ്ട് ഒരു 75% ഓഫ് സോളിഡ് ആണ് വരുന്നുണ്ടാവുക. കിട്ടിയോ നമുക്ക്, എങ്ങനെയാണ് വരുന്നുണ്ടാവുക, 30% ഓഫ് 30 or 32, ദാറ്റ് മേ ബി 35 ആണ് എടുക്കണമെങ്കിൽ 30, 32 ആണെങ്കിൽ കറസ്പോണ്ടിങ് ടു ദാറ്റ് ആണ് അവിടെ വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ വരുന്നുണ്ടാവും, എത്ര വരുന്നുണ്ടാവും, 78% ഓഫ് എത്ര വരും, ദാറ്റ് ഈസ് സോളിഡ് കിട്ടും. ഇതാണ് നമ്മുടെ കോമ്പോസിഷൻ എന്നുള്ളത്. ഇനി ഇവിടെ എത്ര ഫേസസ് പ്രസൻ്റ് ആണ്, 2 ഫേസസ് പ്രസൻ്റ് ആണ്. ഏതൊക്കെ ഫേസ് പ്രസൻ്റ് ആയിട്ടുള്ളത്, നമ്മൾ ഏതിനകത്താണ് നിൽക്കുന്നത്, സോളിഡിനും ലിക്വിഡിനും ഇടയ്ക്കല്ലേ നിൽക്കുന്നത്. അപ്പോൾ എത്ര ഫേസ് അവിടെ പ്രസൻ്റ് ആണ്, സോളിഡ് ഫേസും ലിക്വിഡ് ഫേസും പ്രസൻ്റ് ആണ്. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ഫ്രാക്ഷൻ ഓഫ് സോളിഡ് എന്നുള്ളതാണ് നമുക്ക് ഇനി ഇതിനകത്ത് നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ. നമ്മൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയൂ, ഈ രണ്ട് ലൈനിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് നമുക്കറിയണം. ഈ രണ്ട് ലൈനിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് അറിയണം, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് അറിയണം, ഈ പോയിന്റിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസും കൂടെ അറിയണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് ഓഫ് ഫ്രാക്ഷൻ ഓഫ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്രാക്ഷൻ ഓഫ്, ഉദാഹരണത്തിന് സോളിഡ് ആണെന്ന് വിചാരിക്കാം. നമ്പർ ഓഫ് ഫ്രാക്ഷൻ ഓഫ് സോളിഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിസ്റ്റൻസ്, ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്രയാണ്, 40 - 30. അപ്പോൾ എത്ര വരുന്നുണ്ടാവുക, 10. ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എത്ര വരുന്നുണ്ടാവുക, 40 - 30. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലൈനിൻ്റെ ലെങ്ത്ത് ഡിസ്റ്റൻസ്. അപ്പോൾ എത്ര വരുന്നുണ്ടാവുക, 10
ഹോൾ ഡിവൈഡഡ് ബൈ എത്ര വരുന്നുണ്ടാവുക 70 മൈനസ് 30 എത്ര വരിക 40 ഇൻറ്റു എത്ര വരിക 100. അപ്പോൾ 0 ക്യാൻസലായിപ്പോയി. 100ൽ 4 എത്ര വരുന്നുണ്ടാവുക 25% വരുന്നുണ്ടാവുക. അപ്പോൾ 25 ആണ് ഫ്രാക്ഷൻ ഓഫ് എന്ത് വരുന്നുണ്ടാവുക, ഫ്രാക്ഷൻ ഓഫ് എന്ത് വരിക സോളിഡ് വരിക. ഫ്രാക്ഷൻ ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നുണ്ടാവുക 25% ആണ് വരുന്നുണ്ടാവുക. അതേസമയം നമ്മൾ ലിക്വിഡ് എടുക്കുകയാണെന്ന് വയ്ക്കാം, അല്ല ഇപ്പോൾ നമ്മൾ സോളിഡ് ആണ് എടുത്തത്, ഇപ്പോൾ ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡ് ആണ് എടുക്കുന്നത് വയ്ക്കാം. ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡ് ആണ് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സോളിഡ് റീജിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ് 40ക്കും 70ക്കും ഇടയ്ക്ക് എത്ര വരുന്നുണ്ടാവുക, 40ക്കും 70ക്കും ഇടയ്ക്ക് എത്ര വരുന്നുണ്ടാവുക 30 ഡിവൈഡഡ് ബൈ എത്ര വരിക 30 ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത് എത്ര വരുന്നുണ്ടാവുക 70 മൈനസ് 30 എത്ര വരിക 40 ഇൻറ്റു 100. 0 ക്യാൻസലായിപ്പോയി. ഇവിടെ എത്ര വരുന്നുണ്ടാവുക 2.5 ആണ് വരുന്നുണ്ടാവുക. 2.5 ഇൻറ്റു 3 എത്ര വരുന്നുണ്ടാവുക 7.5 എത്രയാണ് 75% ആണ് വരുന്നുണ്ടാവുക. 75% ഓഫ് എന്ത് വരും, നേരെ ഓപ്പോസിറ്റ് ലിക്വിഡ് വരും. 25% ഓഫ് സോളിഡ് ആണെങ്കിൽ എന്തായിരിക്കും 25% ഓഫ് സോളിഡ് ആണെങ്കിൽ എത്രയായിരിക്കും 75% ഓഫ് ലിക്വിഡ് ആയിരിക്കും. ഇതാണ് ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാനുള്ള സിസ്റ്റം. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമ്മൾ മുന്നേ എടുത്തതാണ്, അതിൻ്റെ ഒരു മെത്തഡോളജി നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് വരുന്നുണ്ടാവുക. അതിൻ്റെ എങ്ങനെയാണ് പ്രൊസീജിയർ എന്നുള്ളത് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. എങ്ങനെ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതൊക്കെ ഷെയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് എമൗണ്ട് ഓഫ് ലിക്വിഡ് പ്രസൻറ്റ്. നമ്മൾ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. അത് എത്ര വന്നിട്ടുള്ളത് 68 മൈനസ് 40 ഡിവൈഡഡ് ബൈ 68 മൈനസ് 28 ഇൻറ്റു 100 എത്ര വരുന്നുണ്ടാവുക അപ്രോക്സിമേറ്റ്. നമ്മൾ ചെയ്തതിനേക്കാളും കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. എത്ര വരുന്നുണ്ടാവുക 70% ആണ് വരുന്നുണ്ടാവുക. ഓക്കെ. അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് സോളിഡ് ഫേസ് പ്രസൻറ്റ് എത്ര വരുന്നുണ്ടാവുക 40 മൈനസ് 28 ഡിവൈഡഡ് ബൈ 68 മൈനസ് 28 ഇൻറ്റു 100 എത്ര വരുന്നുണ്ടാവുക 30%. നമ്മൾ ചെയ്ത് ചെറിയ എറേഴ്സ് ഉണ്ടാവുമല്ലോ, മാനുവൽ എറേഴ്സ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ആക്ച്വൽ സിറ്റുവേഷൻ. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മളൊരു ഫേസ് ഡയഗ്രാം ഫോം ചെയ്യുന്നുണ്ടാവുക. ഇതാണ് അതിൻ്റെ ടെക്നോളജി. ഇങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇതെല്ലാവരും നോട്ട് ചെയ്യുക, കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ. താങ്ക്